Hey, hello, welcome back to our YouTube channel. സോ നമ്മൾ കുറേ നാളായി റിവ്യൂ ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഓണം റിലീസായിട്ടുള്ള ലോകയും അതുപോലെ തന്നെ ഹൃദയപൂർവ്വം കണ്ടിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് റിവ്യൂ പറയാനായിട്ട് അല്ലേ. സോ ഫസ്റ്റ് നമുക്ക് ലോകയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഒരു ഇൻ്റർനാഷണൽ സാധനമാണ്, നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ലോക ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് അരുൺ, സിനിമാറ്റോഗ്രാഫി നിമിഷ രവിയാണ്. സോ എല്ലാം എല്ലാം ബെസ്റ്റാണ്. ഒരു എന്താ പറയാ, എല്ലാം അല്ലേ. ഇപ്പം ആൾക്കാർ പറയണ പോലെ ഒരു മാർവൽ ടൈപ്പ് ഒരു സംഭവം നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു എന്താ. ദുൽഖറാണ്, ദുൽഖറിന്റെ വേഫർ ഫിലിംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പുതിയൊരു യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തതാണ് പറയുന്നത്. സോ പക്ഷെ അതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, സിനിമ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ്. ഒരുപാട് ക്യാമിയോസ് ഒക്കെ ഉണ്ട്, അതൊന്നും പറയുന്നില്ല, നിങ്ങൾ എന്തായാലും പടം കാണും. അടിപൊളി സാധനം, എല്ലാം കളർ ഗ്രേഡിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം ബെസ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ ഇപ്പോ സ്ഥലം നടക്കുന്നത് ബാംഗ്ലൂരാണ്. പക്ഷെ അത് നമുക്ക് അങ്ങനെ ഒരു രീതിയിലല്ല. നൈറ്റ് വിഷ്വൽസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആക്ഷൻ, ഓരോ സീൻസ് അടുത്ത സീനിലേക്ക് വരുന്ന ഒരു ട്രാൻസിഷൻസ് ഇല്ല, അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. ഓരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അത് പെട്ടെന്ന് നമുക്ക് അടിപൊളിയായിട്ട് കല്യാണിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു കല്യാണിക്ക് മാത്രം, കാരണം കല്യാണിയുടെ ആ ഒരു ഫിസിക്കും ആ ഒരു ആക്ഷനൊക്കെ പുള്ളിക്കാരി ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കും അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. നോർമൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, നിഷ്കളങ്കമായിട്ടുള്ള അങ്ങനത്തെ ഒരു സെയിം റോള്. കുറെ സീനുകളൊക്കെ എനിക്ക് സലിംകുമാറിന്റെ പഴയ എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടുകൊണ്ടുള്ള ചില സാധനങ്ങളൊക്കെ ഇല്ല, ആ സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് അതിന് മുമ്പത്തെ ഫിലിംസിലൊന്നും അത്രയും സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിട്ടില്ലല്ലോ, പക്ഷെ ഇതില് നന്നായിട്ടുണ്ട്. കോസ്റ്റ്യൂംസ് ഒക്കെ അടിപൊളിയാണ്, എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് അടിപൊളിയാണ്. എസ്പെഷ്യലി കല്യാണിയുടെ ഒരു അടിപൊളിയാണ്. പിന്നെ അതിലൊരു ഒരു കുട്ടിയുടെ റോള് ചെയ്തിട്ടുണ്ട്, കല്യാണിയുടെ ചെറുപ്പം കാണിക്കുന്ന ഒരു, അത് എടുത്തു പറയണം കേട്ടോ, സൂപ്പർ പെർഫോമൻസ് ആണ്. ബെസ്റ്റാണ്. നമ്മൾ ശരിക്കും ഇങ്ങനെ തരിച്ചിരിക്കും, അങ്ങനത്തെ അങ്ങനെ ഒരു രീതിയിലാണ് ആ കുട്ടി അഭിനയിച്ചിട്ടുള്ളത്. അത് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല, അപ്പൊ നിങ്ങള് ഓണം ആവുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. നാളെ സൺഡേ ആണ്, സൺഡേ ഒക്കെ പോയി കാണുക. നമ്മള് ബുക്ക് ചെയ്യുമ്പോ തന്നെ 2 ടിക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ എന്തായാലും പോയി കാണും. പിന്നെ മറ്റേ പുള്ളിനെ കുറിച്ച് പറയാൻ പറഞ്ഞു, ആളും അടിപൊളിയായിട്ട്. നമ്മുടെ ലിയോലെ ചോക്ലേറ്റ് കോഫി സാൻഡി പുള്ളി ആളും അതേപോലെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും റോൾസ് ഒക്കെ കിട്ടിയിട്ടുള്ള എല്ലാവരും പക്കാ കാസ്റ്റിംഗ് ആണ്, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പിന്നെ കുറെ ക്യാമിയോസ് ഒക്കെ ഇങ്ങനെ സ്ട്രെച്ചിൽ എല്ലാ ക്യാമിയോസും അങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോ നല്ല കൈയുടെയാണ് ഇടയില് കുറച്ച് 2-3 ഷോട്ടുകളിൽ വരുന്നത്. നിങ്ങള് എന്തായാലും കാണും, തിയേറ്ററിൽ കാണുമ്പോഴേ അത് മനസ്സിലാവും. OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്, തിയേറ്ററിൽ തന്നെ പോയി കാണും. സോ ബെസ്റ്റ് സാധനം അല്ലേ. എനിക്ക് തോന്നുന്നു ഓണം ലോക തൂക്കി. അപ്പൊ ഡോണ്ട് വെയിറ്റ്, ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. സോ ഇനി അടുത്തത് നമ്മുടെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം, സത്യനന്ദിക്കാട് ലാലേട്ടൻ കൂട്ടുകാരന്റെ ഹൃദയപൂർവ്വം. പേര് പോലെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭയങ്കര, പുള്ളിയുടെ പടങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. നമ്മള് സത്യനന്ദിക്കാടായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോ എപ്പോഴും ഒരു നാട്ടുപുറത്തെ ഭയങ്കര, അതെ, അങ്ങനത്തെ ഒരു പടം സിമ്പിൾ ആയിട്ടുള്ള ഒരു ത്രെഡിലാണ് ഇങ്ങനെ പോകുന്നത്. അത് കണ്ടിരിക്കാം നമുക്ക് ഇങ്ങനെ. അങ്ങനെ വലിയൊരു ബോറടി ഒന്നും ഇല്ല. ഇപ്പൊ നമുക്ക് തോന്നുമ്പോൾ കുറച്ചൊരു ഓവറില്ല എന്നുള്ള രീതിയിൽ ഇപ്പോ മാളവികയുടെ ക്യാരക്ടറും ഒക്കെ വന്നതിന് ശേഷം നമുക്കൊരു തോന്നും. പക്ഷെ ഓവറോൾ എല്ലാം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്. മാളവികയുടെ കാസ്റ്റിംഗ്, ആ ഒരു രീതി, ആള് പറയുന്ന ഡയലോഗ് ഡെലിവറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് അതെനിക്ക് തോന്നുന്നത് ഒരു പൂനെന്ന് വന്നിട്ടുള്ള ഒരു കൂടിയാണ്. അപ്പൊ
അങ്ങനത്തെ ഒരു കുട്ടി സംസാരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു അത് വെച്ച് പറഞ്ഞതായിരിക്കും. പക്ഷെ അതിൽ എനിക്ക് കുറച്ചൊരു ഒരു പിന്നെ ഇത് സ്റ്റേബിളായി കൊണ്ടുപോയിട്ടുള്ളത് നമ്മുടെ അമൽ ഡേവിസ് ആണ്. സംഗീത് ശരിക്കുള്ള പേര്. അതെ. ഓ അതെ, അവന്റെ പേരൊന്ന് പറഞ്ഞു. സംഗീതും ലാലേട്ടനും ആയിട്ടുള്ള സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ട്. സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ട്. അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി നല്ലോണം വർക്കായിട്ടുണ്ട്. പുള്ളി വരുന്ന സീനുകളിലൊക്കെ ചിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ തരും പുള്ളി. എനിക്ക് തോന്നുന്നു സംഗീതിന് ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. ആരുടെ ഒപ്പം വരുന്ന ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് വളരെ നല്ലതാണ്. അപ്പൊ അത് കാരണം പടം ബോറടി ഒന്നുമില്ല, കണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന. ഇപ്പൊ ലാലേട്ടന്റെ പടാകുമ്പോ അറിയാലോ, കുഞ്ഞു കുട്ടികൾ തൊട്ട് വയസ്സായിട്ടുള്ള ഭയങ്കര ചെറുപ്പായിട്ട് ഭയങ്കര ഭംഗി തോന്നുന്നു പുള്ളി. പിന്നെ സംഗീത ചിന്താവിഷ്ടയ ശ്യാമള എന്നുള്ള ഫിലിമിലുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ക്യാമിയോ വരുന്നുണ്ട്, അതും നന്നായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പോ ലാലേട്ടന്റെ സിനിമയും പോയി കാണുക. ഓണാണ്, അപ്പം എല്ലാ സിനിമകളും ഇറങ്ങിയ സിനിമകളൊക്കെ കാണുക. ഞങ്ങൾ ഓടും കുതിര ചാടും കുതിര കണ്ടിട്ടില്ല, കാണണോന്ന് ആലോചിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ അതിന്റെ റിവ്യൂ കൂടി പറയാം. ഓക്കെ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയിട്ട് ലോക എന്തായാലും കാണുക, ഹൃദയപൂർവ്വം കാണുക. ഓടും കുതിര ചാടും കുതിര കണ്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് റിവ്യൂ തോന്നുന്നതെന്നൊക്കെ അപ്പോ ബൈ ബൈ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ടാറ്റാ.